ഹലോ ഗൈസ്, എന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഉമ്മി അനിയത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. നല്ല ദിവസമാട്ടോ വന്നത്. ഞാനും ഇക്കായി റംസാൻ ഒരുക്കങ്ങളിലായിരുന്നേ. ഞങ്ങൾ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലീനിങ് പരിപാടി പകുതി ആയപ്പോഴാട്ടോ ഉമ്മി അനിയത്തിയും കൂടെ വന്നത്. എന്റെ ബർത്ത്ഡേ നാളെയാണ്, ഫെബ്രുവരി 2-ാം തീയതി. അത് മൺഡേ ആ വരുന്നത്. അപ്പൊ അനിയത്തിക്ക് കോളേജിൽ പോകേണ്ടതുകൊണ്ട് അവർ ഫെബ്രുവരി 1-ാം തീയതി സൺഡേ ആണ് വന്നേക്കുന്നത്. അപ്പൊ എനിക്കത് സർപ്രൈസും ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് പരിപാടിയൊക്കെ വേഗം നിർത്തി ഞാനും ഇക്കായും കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞാട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത്. അൽഹംദുലില്ലാ എനിക്ക് 25 വയസ്സ് കംപ്ലീറ്റ് ആയി. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഞാൻ ഹൈസിനും ഇക്കായും കൊടുത്തിട്ടുണ്ടായിരുന്നേ. ദേ ഹൈസൻ എനിക്കും വായിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ഉമ്മയും അനിയത്തിയും കൂടെ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണേ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ. ആദ്യത്തെ ഗിഫ്റ്റ് എടുത്തപ്പോഴത്തേക്കും അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്തൊരു ചുരിദാർ സെറ്റാണ് ഉണ്ടായിരുന്നത്. എനിക്ക് കോട്ടൺ ചുരിദാർ എന്തോ ഭയങ്കര ഇഷ്ടാട്ടോ. അതെന്റെ ഉമ്മയ്ക്ക് നല്ലോണം അറിയാം. അടുത്ത ഗിഫ്റ്റിനകത്ത് ഒരു ടർക്കി ആയിരുന്നു കേട്ടോ. എനിക്ക് ടർക്കിയും ഭയങ്കര ക്രൈസ് ആട്ടോ. അപ്പൊ ഇത് കുഞ്ഞു ടർക്കി ആട്ടോ. ഇത് എനിക്കല്ല, മക്കൾക്കാന്നാണ് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ പൊട്ടിക്കുന്ന ഗിഫ്റ്റ് അനിയത്തി മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിനകത്ത് ക്ലിപ്പും ക്രഞ്ചീസും പിന്നെ ബുഷും സ്ലൈഡും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഫേസ് സ്കാനിന്റെ ഒരു സ്ട്രോക്ക് ക്രീം ഉണ്ടായിരുന്നേ. ഗിഫ്റ്റ് കൊണ്ടുവന്നപ്പോൾ തൊട്ട് അതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയാൻ ഒരു ഭയങ്കര ത്വരയായിരുന്നു. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അനിയത്തി പറയുന്നുണ്ട്, ഇതെല്ലാം നിനക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാ, അത് നോക്കിയാണ് ഞാൻ മേടിച്ചേക്കുന്നത്, നിനക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത ഗിഫ്റ്റിനെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ. അടുത്തത് ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ പ്രതീക്ഷിക്കാതെ കേട്ടോ എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയതും കേക്ക് കട്ടിങ് ഒക്കെ നടന്നത്. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പൊ അടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ചാലോ. അടുത്ത ഗിഫ്റ്റിനകത്ത് വരുന്ന ഒരു സോപ്പ് പെട്ടിയായിരുന്നേ. അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ബൈ ഗൈസ്.